അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. വിധിയെപ്പോലും തട്ടിമാറ്റാൻ കഴിവുള്ള ആയുധമാണ് പ്രാർത്ഥന. നമ്മൾ എപ്പോഴും മനസ്സുരുകി ഉള്ളുരുകി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം തരുന്നില്ലല്ലോ എന്ന്, മറുപടി നൽകുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും അള്ളാഹു കേൾക്കുന്നില്ല, അതിനുള്ള മറുപടി എനിക്ക് ലഭിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു വ്യക്തമായി തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അള്ളാഹു അറിയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിനറിയാം നിങ്ങൾ അത് ഏത് നിമിഷത്തിൽ തരണം, ഏത് സമയത്ത് നിങ്ങൾക്ക് തരണം എന്ന് അള്ളാഹുവിനറിയാം. നിങ്ങൾ അള്ളാഹുവിനോട് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതിൻ്റെയെല്ലാം ഇരട്ടിയായിരിക്കും അള്ളാഹുവിൻ്റെ തീരുമാനം. അപ്പോൾ ആ തീരുമാനത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ എത്ര കാലം കാത്തിരിക്കുന്നുവോ, എത്ര ക്ഷമയോടെ കാത്തിരിക്കുന്നുവോ നമുക്കറിയാമല്ലോ. അസ്സഹ്റു ശത്രുൽ ഈമാൻ, ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നാണ്. നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അതിനെല്ലാം ഒരു റിസൾട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷ കൈവെടിയരുത്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസം വേണം. അള്ളാഹുവിൽ 100% വിശ്വാസം ഉണ്ടാവണം. എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉള്ളിൽ ഉള്ളതുകൊണ്ടാണല്ലോ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായാലും ഒരു വിശ്വാസം വേണം. അതിനുള്ള ആൻസർ ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വേണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപക്ഷെ അള്ളാഹു കേട്ടാലോ, ഒരുപക്ഷെ അതിന് ഉത്തരം ലഭിച്ചാലോ എന്നതല്ല. നിങ്ങൾക്ക് എന്തായാലും അതിന് റിസൾട്ട് ലഭിക്കും എന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്തായാലും നിങ്ങൾക്കൊരു ദിവസം അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ വരാനുണ്ട്. അങ്ങനെ ഒരു ദിവസം വന്നു ചേരും. ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വേണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ വിശ്വാസം വേണം. എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ ബരി എനിക്ക് അള്ളാഹു തരും. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ പ്ലാൻ. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത്രയേറെ വലുതാണ്. നമ്മൾ ഒരു ചെറിയ കാര്യം ആഗ്രഹിച്ചാൽ, ഒരു മൊട്ടു സൂചിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അള്ളാഹു ഒരു മല കൊണ്ടുതരും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ആദ്യം വിശ്വസിക്കുക. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും അള്ളാഹു മറുപടി നൽകും. അതിന് വ്യക്തമായ ഒരു സമയമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിനറിയാം നിങ്ങൾക്ക് ഏത് സമയത്ത് അള്ളാഹുവിൽ നൽകിയാൽ അത് ഉചിതമാകും എന്ന് അള്ളാഹുവിനറിയാം. അപ്പോൾ നിങ്ങൾ നല്ലൊരു സമയം വരാനുണ്ട്. ആ സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കണം, ക്ഷമിച്ച് കാത്തിരിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം നിങ്ങൾ കൈവെടിയരുത്. കുറച്ച് സമയം പ്രാർത്ഥിച്ച ശേഷം, അല്ലെങ്കിൽ കുറച്ച് മാസം പ്രാർത്ഥിച്ച ശേഷം ഇനി എനിക്ക് ഉത്തരം കിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണത്. അള്ളാഹുവിനറിയാം വ്യക്തമായ സമയം ഏതാണ്, ഉചിതമായ സമയം ഏതാണെന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ വിശ്വസിക്കുക. അള്ളാഹു എല്ലാത്തിനും വ്യക്തമായ ഒരു സമയം കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കർഷകൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഒരു ഗ്രാമത്തിൽ ഒരു പാവം കർഷകനുണ്ട്. അദ്ദേഹത്തിന് 2 കുതിരകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ 2 കുതിരകൾ കാട്ടിലേക്ക് ഓടിപ്പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കഷ്ടമായി പോയി അല്ലേ, ഇനി തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ കർഷകൻ പറഞ്ഞു, നല്ലതാണോ കഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞ് ആ 2 കുതിരകൾ മറ്റ് 2 കുതിരകളെയും കൂട്ടി വരികയായിരുന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു, അത് വളരെ നല്ലതിനായിരുന്നു അല്ലേ? അപ്പോഴും ആ കർഷകൻ പറയുന്നുണ്ട്, നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ആ കർഷകൻ്റെ മകൻ ആ കുതിരകളെ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ കർഷകൻ്റെ മകൻ കുതിരപ്പുറത്തു നിന്ന് വീണ് കാലൊടിയുകയാണ്. അപ്പോഴും ആളുകൾ കഷ്ടമായി പോയല്ലോ. അപ്പോഴും ആ കർഷകൻ പറഞ്ഞു, കഷ്ടമാണോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ പട്ടാളത്തിലേക്കുള്ള സെലക്ഷൻ നടക്കുകയാണ്. ആ നാട്ടിൽ ഓരോ ചെറുപ്പക്കാരെയും നിർബന്ധിതമായി പിടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ മകനെ കൊണ്ടുപോയില്ല, കാരണം ഈ മകൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഓരോ തീരുമാനങ്ങളിലും അള്ളാഹുവിന് വ്യക്തമായ ഒരു സമയമുണ്ട്. നമ്മൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നതിൽ എങ്കിൽ അതും എന്തിനാണെന്ന് പോലും അള്ളാഹുവിനറിയാം. അപ്പോൾ അള്ളാഹു
അതിൻ്റെ എല്ലാം ഇരട്ടിയായി നമുക്ക് തരും. കാരണം എല്ലാം അള്ളാഹുവിനറിയാം. അതിൻ്റെ സമയത്ത് അള്ളാഹു തരും ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിലുള്ള വിശ്വാസം കൈവെടിയാതിരിക്കുക. നിങ്ങൾക്ക് വരാനുള്ളതെല്ലാം വന്നു ചേരും.